ഗൈസ് സമയം ഇപ്പോൾ 4:25. ഒന്ന് ഉറങ്ങി നീച്ചിട്ട് വിശക്കണു ഞങ്ങൾക്ക് പിന്നെ വിശക്ക മാത്രമേ ചെയ്യുള്ളൂ, ഒന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പോൾ ഇവിടുത്തെ ആരെയൊക്കെ വിളിച്ചു കാച്ചിട്ടാ ഉള്ളേ എടാ നീക്കടാ, നിനക്ക് എന്ത് കുക്ക് ചെയ്തായോ? ഒരാളെ എനിക്ക് നീക്കടാ കുട്ടിയാണ്, നീക്കടാ നീക്ക് കറക്റ്റ് മൂത്രയ്ക്കാൻ പോലെ. മുസാഫറെ ഡാ നീക്കട കുട്ടി. ഇവിടെ തിന്നാ ഒന്നുമില്ല അത്ര. നാസിംക്ക് ഇന്നലെ കൊണ്ടുവച്ച കടായി ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജില്. കടായി മാത്രോ? അത് നമ്മളെന്താ ഉണ്ടാക്കുക? നീർദോശ ഉണ്ടാക്കിയാലോ? കലക്കി പാർന്നപ്പം. ആ കലക്കി പാർന്നപ്പം കടായി തിന്നാ പോരെ. ഇപ്പൊ ഇത് അപ്പം ഉണ്ടാവുമ്പത്തിന് കടായി ഇപ്പൊ കഴിയും. ടേസ്റ്റ് നോക്കട്ടെ പറഞ്ഞിട്ടേ ചൂടാക്കിട്ട് കൂടിയില്ല, എന്നിട്ടാണ് തിന്നണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറ്റം പറയുമ്പോ ഒക്കെ കണക്കാ, അത് കഴിഞ്ഞാണ്ടത്. മസാല കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കടായാണോ? ഞാൻ അപ്പം ഉണ്ടാക്ക്. അടിപൊളിയായിട്ട് അപ്പം ദോശല്ല നീർദോശ. ആർക്കും ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലേ? പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കില്ലെന്ന് വെച്ച് ദോശ അല്ല, എല്ലാരും സഹകരിച്ച് പണിയെടുക്കുക. ആ ചെക്കനെ കൊണ്ട് മാത്രം ജീവിക്കും. പൊട്ടിച്ചപ്പോ മുതൽ തീറ്റോട്ട നോക്കുകൂലിണ്ട്, നോക്കണത് ഒരു സഹായം. കുട്ടു നീച്ച മുതൽ ഒരു ബംഗാളിയാളെ പോലെ പാത്രം പോറുക, വാട കാര്യങ്ങൾ ചെയ്തെടുക്കുക. അല്ല അവിടെ സഹായിച്ചിരുന്നു, കുഴപ്പമില്ല. ലാസ്റ്റ് പാത്രം പോണ ആളാണ്. പറച്ചിലല്ല ഇതിൽ കളിക്കാ പോലെ പൊടി അത് മതി. കലക്കാനുണ്ട്. ഞാൻ നിർത്തി. അപ്പൊ കഴിഞ്ഞോ? കട കഴിഞ്ഞോ? അരിയല്ലേ പൊടിയല്ലേ? അവിടെ വെയിക്കണ ആരെങ്കിലും വന്നിട്ട് വാങ്ങിക്കാം. അല്ലജി യൂട്യൂബ് നോക്കി ഉണ്ടാക്കാതെ നമ്മള് കൊറേ കണ്ടോ? എന്താ പറഞ്ഞു? ഒക്കെ തിന്നാ മതി. ആദ്യം 100 ടെസ്റ്റ് ചെയ്ത് നോക്കാല്ലേ, അല്ലെങ്കിൽ കടായി മാത്രം എന്നിട്ട് പോയി കടന്നുറങ്ങാം. എന്തായാലും ഇപ്പൊ എന്താ അവിടെ ഒക്കെ പോണ്ടല്ലോ. കടാച്ചിക്കന്റെ പാക്കറ്റ് ഇതിപ്പോ അപ്പാവും പറ്റി ഒന്നും ഉണ്ടാവൂല കേട്ടോ. നമുക്ക് രണ്ടാക്ക് ഉണ്ടാക്കിട്ട് എല്ലാരും വിളിച്ചാൽ മതിയായിരുന്നു വലിയ. അല്ല ആരും ഉണ്ടാക്കും പിന്നത്. നമുക്ക് ഇതിലെന്തായാലും കലക്കാൻ പറ്റൂല. അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം ഇത്ര ആള് തിന്നണ്ടേ. ഈ മുസാഫിറിനുള്ളത് ഉണ്ടാവും. ശരിക്കും നമ്മൾ ഇതിൽ ഉപ്പിടൂലേ? ഉപ്പിടൂലേ? ആ ചെറിയ കുറച്ച് ഉപ്പ് അല്ല, കുറച്ച് ഉപ്പ് ഇടും തോന്നുന്നു ഇതില്. ഞാന് എന്നോട് പറയാണേ ഇക്കുണ്ടാക്കാണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞാണ് ഞാനേ പറയാ, ഞാൻ പേര് മാറ്റിയേക്ക് ഞാൻ മറന്നു.
നീർദോശയാണ് ഞങ്ങളവിടെ അതാണ് ഉണ്ടാക്കാറ് കലക്കൽ പാർന്നപ്പോ ഞങ്ങൾ ഉണ്ടാക്കുക അപ്പൊ ഇതെന്തിനാ പിന്നെ നനച്ച് കലക്കി പാർന്നപ്പോ വെള്ളം ഒഴിച്ച് ഇതൊന്നും പോരാ അല്ല വെള്ളം ഒഴിച്ച് ഇത് പത്തിരി ആകും കേട്ടോ പൊറോട്ട ഒക്കെ നമുക്ക് ആകെ സീനായിട്ടോ എടാ, എടാ നീ ആരെ വെള്ളം ഒഴിച്ചാൽ ഇതിപ്പൊ മാവാകും പൊറോട്ട ഉണ്ടാക്കാൻ അറിയോ? പൊറാട്ട ആണെങ്കിൽ നേരത്തെ ഞാൻ കൊറേ ഉണ്ടാക്കി തരും കുളിക്കാൻ വെച്ച എടാ ഇത് വെള്ളം ഒഴിച്ചിട്ട് ശരിയാവില്ല കേട്ടോ എനിക്ക് നാളെ വേറെ പരിപാടി വേവ് ഒഴിച്ച് ഇത് മാവാകുള്ളൂ അത് പറയടാ ആശിലെ ഇപ്പൊ ആശില് ഞാൻ പറയുമ്പോഴേ ആ പറ നമുക്കുണ്ടല്ലോ ഒരു 4 അപ്പം ചൂടാ ഇതൊരു തൊയിരം തരൂ പോകോ എന്നാ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം ഇതൊന്ന് 2 കയ്യില് ഇത് കണ്ട്ര കുട്ടി ഇത് ഇന്നേ ഇവിടെ ഞാൻ ചെങ്ങായി കാട്ടിയ പരിപാടി അപ്പൊ ഇത് 2 കയ്യില് ഞങ്ങളെ അതിപ്പോ ദോശമാവായിക്കോളൂ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു എന്നാലേ സർന്നനാവുള്ളൂ അതെ കുറച്ചുകൂടി ഒഴിച്ചു വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് ഇതിപ്പോ എത്ര ആൾക്കുണ്ടാവും 4 ഒരാൾക്ക് 4 വെച്ച് ഒരാൾക്ക് 10 ഇജെന്താ എടാ ഇവൻ കഴുകി വെച്ചിന്ന് പാത്രമേ കഴുകി വെച്ചുകൊണ്ടോ ആ സോപ്പൊക്കെ കഴിഞ്ഞു ഒരാൾക്ക് എത്ര അപ്പം കിട്ടും ജാതി ഇതൊന്നും ഉണ്ടാക്കട്ടെ അപ്പൊ ആവോ നോക്കട്ടെ എന്നിട്ടല്ലേ ഒന്ന് 2 പൊടിയും കൂടെ എടുത്ത് വലിച്ചിട്ട് കുറെ പൊടി ഉണ്ടല്ലോ പൊടി ഇട് എടാ ഇത് നിക്ക് ഇത് ആദ്യം ശരിയാവോ നോക്കട്ടെ ഞാൻ അപ്പച്ചട്ടി എടുക്കേ ഒരു 4 എണ്ണം വെച്ചിട്ടല്ലേ അതൊക്കെ തരാം ഓക്കെ എനിക്ക് ഞാൻ നാലെണ്ണം തിന്നാനായിട്ട് വന്നാ നായി ഇതിപ്പോ ആളെ കുട്ടി ഇവന്റെ കമ്പത്തിന്റെ പുറത്ത് നീച്ചുണ്ടാക്കണതാ ഇതിപ്പോ ലാസ്റ്റ് വിളിച്ച അതിപ്പോ കിട്ടും ഇവന്റെ മുമ്പില് കിട്ടും വെള്ളിയ നമ്മള് കൂട്ടത്തിത്തെ ഒരു വിശക്കണത് വിശക്കണ മറ്റേ നമ്മളിപ്പോഴും തിന്നിറങ്ങിയിട്ടുണ്ടാവുള്ളൂ ഏതെങ്കിലും ഹോട്ടലിന്റെ ഉള്ളിലൊക്കെ തിന്നിറങ്ങിയിട്ടുണ്ടാവുക അപ്പത്തി പറയും ഒരു 5 മിനിറ്റ് കഴിയുമ്പത്തി തുടക്കം എന്തേലും വേണം കലക്കി പാരുമ്പോ തുടക്ക എണ്ണ പാർന്നിട്ട് തൂമ്പിച്ചല്ല ഒരു തുണി കിട്ടിയാലും മതി ഉപ്പുണ്ടാവോ അടിപൊളി അടിപൊളി ഉപ്പുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ മാവ് അരക്കി കൊടുത്താൽ മതിയല്ലോ ഇതാട്ടോ എണ്ണ പറഞ്ഞോ ഫസ്റ്റ് ഒഴിക്കട്ടെ നമ്മള് അല്ലേ എണ്ണ നേരെ അല്ലാതെ നേരെ എടുക്കട്ടെ ചെലപ്പോ ഇതോടെ നമ്മൾ നിർത്തിയാലോ അതെ ഫസ്റ്റ് ആദ്യത്തെ ശ്രമമാണ് നിനക്ക് വലിയ ആയിക്കോട്ടെ അവിടെ ഞാലേ ഇജു വന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് കൊറേ പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടൊന്നല്ല ഇതുകൊണ്ട് തന്നെ പറഞ്ഞ ഇത് കണ്ടറിയട്ടോ ഒരു കുട്ടിക്കൊന്നും അറിയില്ല ഞാൻ എനിക്ക് ശരിക്കും അറിയോ ഞാൻ ശരിക്കും അറിയില്ല എന്നോട് വന്ന് പറഞ്ഞാണ് എനിക്ക് ആ പാരല് കണ്ടാ നമുക്ക് മനസ്സിലാവും വെളിച്ചെണ്ണ തന്നെ ആദ്യം ഒന്ന് ഒഴിച്ചൊന്ന് കാണട്ടെ കയ്യിലൊക്കെ മാറ്റിയ സ്ഥിതി ഒരു കയ്യിലൊക്കെ മതി നീർദോശ മാവുണ്ടായി കഴിഞ്ഞാടാ സാധനം എടുക്ക് ചട്ടക്ക് എടുക്ക് ഇത്രയൊക്കെ തന്നെ വേവുള്ളൂ വിജയിച്ചു എത്ര ഈ അപ്പം മറിച്ചിടൊന്നുമില്ല അത് നിക്ക നമുക്ക് എടുക്കണ്ടേ അടി പിടിച്ചു ഇല്ല കൊറക്കേ ഉപ്പില്ലാത്തോണ്ടാണ് അടി പിടിച്ചത് അത് പറയുമ്പോ മോളിൽ അടച്ചു വെക്കണേ അങ്ങനൊന്നുമില്ല ഇതാകെ ഒരു മിനിറ്റ് ആകുമ്പോ എടാ അറിയണ ഒരാൾ ഉണ്ടാക്കറ ഇത് കാട്ടി വരകണുണ്ട് എടാ മറ്റേ മൂടി എടുക്കടാ മൂടി എടുത്ത ആശിലെ ഈ അപ്പം കണ്ണെട്ടാതിരിക്കലാണ് ഇനി രണ്ടാമത്തെ അപ്പം ശരിയാവും അടി പിടിച്ചു ആശിലെ അത് തിന്നിട്ട് പോയി കടന്നുറങ്ങിക്കാ പറയുമ്പോ ഇത് നടക്കൂല ചേട്ടാ വേഗം കാട്ട് ഇനി ശരിയാക്കി തരാം ഒരടക്കാല അടപ്പെടുത്തോ എടാ ഫസ്റ്റ് അതിന് കുറച്ച് ബാധ്യത കാണിക്കണം ഞങ്ങളല്ലേ ഒന്നെങ്കിൽ ആദ്യം നീച്ചാണ്ട് വിളിച്ചത് ഓവറായതാ എന്തിനാണ് ഇത് അടക്ക ചൂടാക്കണ ഫ്രിഡ്ജിൽ വെച്ചാണ് കുറച്ച് എണ്ണ എവിടുന്നേലും കളയാൻ പറ്റുന്നു ടേസ്റ്റ് ചെയ്താ കഴിഞ്ഞു അയ്ക്കോ തിളച്ചെണ്ണയാണ് കേട്ടോ സാധനം കഴിഞ്ഞു അപ്പൊ എടാ അടച്ചൊക്കെ എന്തേലും എടുക്ക്
അടച്ചേക്കാൻ കേട്ടോ. വീട്ടിലാ സംഭവം ഉണ്ടല്ലോ സാധനം രസമുണ്ട്. എടാ ഇത് കറക്റ്റ് അപ്പായത് ഇപ്പോഴാണ് കണ്ടോ. അതുകൊണ്ട് മൂടിയൊക്കെ ഞാൻ അടച്ചേക്കായി നല്ല ലുക്കാ. ഇനിയിപ്പോ ഇത് അത് ഫ്ലെയിമിൽ ഞാൻ കുറച്ചുകൂണേ. ഇങ്ങനത്തെ ചൂടാക്കുന്നു വേണ്ടാ. വെള്ളിയേ നമ്മക്ക് എന്നാ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ എത്തി കഴിഞ്ഞാലേ ഒരു തട്ടുകടടാ. അതാ പാത്രം പോറാൻ പറ്റുണ്ട്. ഒരു സോപ്പ് ഫുള്ള് ഉണ്ടായിരുന്നു. അവിടെ കഴുകി വെച്ച പാത്രം പാടെ എടുത്തിട്ട് ഒന്നുകൂടെ കഴുകുക. എന്തൊക്കെ ആടെ കുട്ടി നീക്കാ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടായതുള്ളൂ. പിന്നെ മറ്റേ മെഷീന്റെ ആദ്യത്തെ ദോശ പാളി രണ്ടാമത്തെ ഇത് സംഭവം എന്താന്ന് വെച്ചാല് സാധാ അപ്പച്ചട്ടിയാണെങ്കിൽ നമുക്ക് കോരി എടുക്കാൻ സുഖം. ഫ്ലാഷ് അടിക്ക അപ്പം കഴിയും. അപ്പം കഴിയും. പെട്ടെന്ന് ഒരാൾ ഫ്ലാഷ് അടിച്ചു കൊടുത്താ കുട്ടുവാ അന്വേഷിച്ചെടുത്ത കുറച്ചേരം. രണ്ടാമത്തതും ചട്ടി പുതിയത് വാങ്ങണ്ടേന്ന് ഇത് മറ്റേനാട്ടിൽ ഫില്ലായി വന്നു. ഇതാണ് നല്ല രസം തോന്നുന്നു. ആ ഉരച്ചാലേ ശരിയാവുള്ളൂ. അതിന് ഉരക്കാൻ വേണ്ടേ. അവിടെ ഒരു തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോട്ടെ. കറണ്ട് പോയാലും തളരാതെ ചെക്കന്മാര് എടുക്കുമ്പത്തിന് ഇതാവും. തുണിയില്ലാത്ത ടീം എന്ത് വർത്താനേ ജോ പറഞ്ഞു. ഒരു തുണി പോലും എടുക്കാല്ല വിലെടുത്ത്. ഇത് കണ്ടോ? ഇത് കണ്ടോ തബിയെ? ഇജ് ബൈക്കോ എന്റെ ആയി. ആ കുട്ടൂനെ അങ്ങനെ ഒറ്റ കൂടെ കേട്ടോ. അവിടെ വല്ല പണി ഇല്ലാത്തവരെ എടുക്കും. കുട്ടുവാ ഇങ്ങോട്ട് വന്നാ. ആ അത് പറഞ്ഞപ്പോഴാണ് അന്നേ ഞാൻ ഷവർമ ഓർഡർ ചെയ്യുന്നതിന്റെ മുന്നേ മുസാഫിറിനോട് ചോദിച്ചേ, മുസാഫിർ എനിക്ക് ഷവർമ പറയണോ? 4 മണി എത്രത്തെ ടൈം കൊണ്ടു മിഞ്ഞാന്ന് മുസാഫിർ എനിക്ക് ഷവർമ പറയണോ വെച്ചിട്ട് പറഞ്ഞു. എന്നിട്ടുണ്ട് ഞാൻ ആ ഷവർമ പൊളിച്ചിട്ട് ഒറ്റ കടിയെ കടിച്ചിട്ടുള്ളൂ. മുസാഫിർ ഉണ്ട് മറ്റേ ബീച്ച് കണ്ടിട്ടേ എന്നിട്ട് ഇന്നോട് വന്നിട്ട് ചൂടാവുക. കാരണം ഇക്കെന്താ ഷവർമ പറയുന്നത് എന്താ പറഞ്ഞിട്ട് ഇന്റെ പകുതി മുക്കാല് പോലെ തിന്നിട്ട് പോയി കടന്നുറങ്ങിക്കുക. എടാ ഇനി ഞാൻ പറയുമ്പോഴേ കുറച്ചും കൂടി കലക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ തിന്നാണെങ്കിൽ തയ്ക്കില്ല. മുസാഫിർ എടതെങ്ങനെ ഓഫ് ആക്കുക? ഇതെങ്ങനെ ഓഫായി? പൊളിച്ചു മോനെ. അത് തേച്ചാജി അത് തേച്ചൂട്ടാ. എന്താ പറഞ്ഞ് അതൊന്നൂടെ പറയണ. സ്പ്രേ ആയിട്ടില്ല. എടാ ദിക്കൊന്ന് അടിച്ചാ അപ്പൊ അവന് പരത്തിയാ മതിയായിരുന്നു. കട്ടി കൂട്ടണ്ട അല്ലെങ്കിൽ മൂന്നാമത്തെ സാധനം സെറ്റ് ചെയ്യുന്നു. അത് കാണാൻ പോലും കിട്ടണില്ലേ. അതിനിതിപ്പോ എന്താ കോലെന്ന് അറിയണെങ്കി ഇപ്പൊ ഇത് ഒരു ഒഴിവ് കിട്ടണ്ടേ. ഈ വായൊന്നും ഒന്നും പറയാത്തതാ. ഇപ്പൊ വരെ തൊള്ളറക്കം തുടങ്ങി. ഞാൻ എന്തൊക്കെ പറയണമെന്നുണ്ട്. ഞാൻ തൊള്ളർന്നിട്ട് ഇങ്ങളൊന്നും കേൾക്കൂല. എടാ ഇവിടെ കുറച്ച് വെള്ളം എടുക്കടാ. പൊടിയിട്ട് വേണ്ടേ വാണ്ട ചെയ്ത് കൊടുക്കട്ടോ. ആ വെള്ളം കഴിഞ്ഞോ? അന്നെ തീറ്റി നിർത്തി കളിട്ടോ. എല്ലാവർക്കും ഈ 2 എണ്ണം വെച്ചിട്ടാണ് തരാം. കമ്മിയാണ്ടാ കുഞ്ഞു മക്കളെ പിന്നെ പാത്രം കാട്ടിക്ക. പാത്രം കാട്ടിക്ക. പാത്രം കാട്ടി മുസാഫിറ. നീ കുറച്ച് ടൈം കൂടെ ഉള്ളല്ലോ രാവിലെ. ഞാൻ പറയുമ്പോ ഒരു 1/2 മണിക്കൂർ പാടെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ ഉറക്കും. അവിടെ പോയി തിന്നാലോ. അനക്ക് ഞാൻ കുറച്ചേരേ കുറച്ചേരം വേറെ ഒന്നും ഞാൻ പറയുന്നില്ല.
മറ്റേ ഇതാണ് വട്ടാവില്ലാന്നുള്ളൂ. ഇജിനി ഇരിക്കണ്ട, ഇജ്ജ് പോയി കടന്നു. അത് നല്ലത്. വിളിക്കാൻ ഞാൻ അറിഞ്ഞില്ല ഇത് ഇത്ര ഉപദ്രവാകുന്നു. ഞമ്മക്ക് ഞാൻ പറയുമ്പോ ഇങ്ങനെ ഇരിക്കട്ടെ, അതേ നടക്കുള്ളൂ. അതിപ്പോ രസമൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിന് എവിടെ കിട്ടിയിട്ട് ചെയ്യും. ആർക്കും കിട്ടിയിട്ടില്ല. ഇത് ഇങ്ങനെ എടുക്കുമെന്ന് തൊള്ളേ കിട്ടുമൊക്കെ. ഒന്നും അവരും എന്താ സെറ്റാ. വെള്ളിണ്ടാക്കിയ കലക്കി പാർന്ന അപ്പം, ദോശ, സാധല്ലേ. വിഷയം എങ്ങനെയുണ്ട് റിവ്യൂ? ഇനി കോഴ്സ് പഠിക്കാനൊന്നും പോണ്ട. ഇല്ല, ആ ചെറുപ്പശ്ശേരി അങ്ങാടിയിലെ തട്ടുകട കേട്ടോ. വേണ്ട, അത് മുടിയുള്ളൂ. അത് പിന്നെ സുഖാണ്. മറ്റേ ഏതേ പടത്തില്ലേ ഇത് എനിക്ക് പെണ്ണല്ലേ. ഞാൻ കൗണ്ടറിൽ ഇരിക്കാം, പൈസ എങ്ങോട്ടും പോവില്ല, എന്റെ പോക്കറ്റിലുണ്ടാവും. അവിടെ സംഭവം ഇതിങ്ങനെ ഒരു കൊഴുക്കട്ട പോലെ ഉണ്ടെങ്കിലും സാധനം അങ്ങനെ അറിഞ്ഞു ഉണ്ടാക്കിയ ഞാനല്ല, അത് ബനാണ്. എന്റെ കുട്ടി എവിടെ? ഓനിക്ക് തിന്നാൻ കൊടുക്കറാ. തിന്നോ എവിടെ ഒഴിച്ചു മച്ചു ഒഴിച്ച് സഫർ എത്തുന്നട്ടോ. ഇത് കണ്ടോ, ഇത് സെറ്റാ കാര്യം സാധനം. എങ്ങനെയായാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഇത് ഉണ്ടാക്കുക. ഇത് നോക്കി ഓട്ടല്ല, ഇപ്പളാണ് കൊളായത്. മെയിൻ ആള് വന്ന് ഇറങ്ങി ദോശയാക്കി. ഇവൻക്ക് എന്താ അന്നെ പൊക്കി ഇത് നോക്കി നോക്ക്, ഞാൻ ഉണ്ടാക്കിയത് നോക്കി നോക്കി. ഇന്ത്യയില് കുറച്ച് ഓട്ടെങ്കിലും ഉണ്ടാവും. ഇപ്പൊ എന്റെ എന്തല്ലത് കട്ടില് വേവൂല. ബാക്കിൽ എന്തോ പറയുന്നുണ്ട്, അത് കേക്ക്. കട്ടില് വേവൂല. സീരിയസ് ആയിട്ട് പറയാണ്. ദോശ എല്ലാം നമ്മൾ ഉണ്ടാക്കണത് അരിപ്പൊടി കൊണ്ട്, അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കണത്. പിള്ളേരൊക്കെ മെയിൻ കുക്കുകളാണ്. ഇപ്പഴാ മനസ്സിലായത്. ആ വിശക്കണൂനെ ഇപ്പൊ കാണാല്ലേ, എവിടേക്ക് പോയി സാധനം കിട്ടാനായിട്ട് തെറ്റിപ്പോയി. അത് ഞങ്ങളടിയത്തെ വേറെ വിശക്കണു. പറ്റതി പറയില്ലേ, വിശക്കണുണ്ടെങ്കിൽ വല്ല കാടിവെള്ളം പിണ്ണാക്കെടുത്ത് തിന്ന് തിന്ന് മുടിക്കാനായിട്ട് ഒരു ജന്മം. അയ്യോ, അതെന്താ ഓംപ്ലേറ്റോ? കളിയാക്കിയ മറുപടി, വെള്ളിക്കൊക്കെ മറുപടി. അവ മറിച്ചിടൊന്നും വേണ്ടേ. വേഗം അടുത്ത വയനാട്ടിലെ കളിയാക്കിയത് മാറിക്കൊന്ന് എടുക്ക്. ആ പ്ലേറ്റ് കിട്ടോ? ഞാൻ അടിച്ചോ. നീ ചടിക്കണ്ട, നീ അടഞ്ഞ് നമുക്ക് ആയിട്ട് നിന്ന എല്ലാവർക്കും ഒപ്പം. ഇത് വെറുതെ കിട്ടുപോലെ തിന്നാതെ നമുക്കൊരു കുറച്ചായിട്ട് ഇങ്ങനെ കിട്ടും. ഞാനുണ്ടാക്കിയാ മതി. ഒന്നും വേണ്ടേ, ഞാനുണ്ടാക്കിയാ മതി. ഒന്നും വേണ്ട. ചേട്ടാ ഞാനുണ്ടാക്കിയാ മതി. മാരിക്ക് പോണു. ഈ ഹാലൊക്കെ കണ്ടോ, ചട്ടൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യം കൂടെ ഇല്ല. അതെ, ആ ഫ്രൈ പാന്റെ ഉള്ളിൽ അതാണ് ഉണ്ടാക്കണത് അറിയണത്. കണ്ടോ ആന വരണത്. വെള്ളി സംഭവം എന്താ അറിയോ, വെള്ളിക്ക് തീരെ പറ്റില്ല. റിയാലിന്റെ പൊക്കി മതിയിട്ടൊന്നുമില്ല. ഈ സൈഡ് ആരാ ഫില്ലാക്കുക? അത് വേണ്ടട്ടോ, എനിക്ക് കറക്റ്റ് വട്ടല്ലേ കിട്ടണം. എളപ്പ എന്തായാലും വട്ടത്തിന് ഒരു വായ്പ നോക്കി വാണെങ്കിൽ തിന്നാ മതി. അന്നെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല തിന്നാൻ പറഞ്ഞിട്ടേ. ഇജ്ജ് തിന്നുമ്പോ അങ്ങനെ ഇറക്കി വിടുന്നില്ലല്ലോ. ഒന്നും പറയണ്ട, ഇജ്ജ് പൈക്കച്ച് ഇവിടെ നിൽക്കണ്ട. ദോശ പാളിക്കണു. ഇങ്ങനെ ദോശ സാധനം ഓട്ടട ആയിക്കോട്ടോ. ഇതിപ്പോ അളവിനെ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് തീറ്റ നിർദോഷല്ലേ. ആരോട് എടുക്കരുത് പറഞ്ഞിട്ട് നിങ്ങള് ചാമ്പില്ല. ആശിൽ പറഞ്ഞത് അതിൽ അപ്പീലില്ല. ആശില് തിന്നാത്ത സാധനങ്ങളെല്ലാം ഇജ് ഞാൻ ഉണ്ടാക്കിയത് തിന്നില്ലേ, ഇതൊന്ന് തിന്നോ എന്നിട്ട് പറയട്ടോ. ഞാൻ പറഞ്ഞ
ഇല്ല ഇല്ല പറ ഇല്ല ഇല്ല പോലെ പറ ഞാൻ ഉണ്ടാക്കിയതാണോ അതപ്പ ഉണ്ടാക്കിയതാണോ ടേസ്റ്റ് പറ ഇല്ല പറ നമുക്ക് പറയാൻ കുറച്ച് സങ്കടം ഉണ്ട് എന്നാലും പറയാലോ അതേന്ന് രസം പക്ഷെ അതുണ്ടല്ലോ ഷേപ്പില്ലാന്നുള്ളൂ ഷെയ്പ്പില്ല സാധനം വെന്തിട്ടില്ലെങ്കിലും ഒട്ടിയ മാവ് വച്ചിക്ക് ഞാനൊരു കാര്യം പറയട്ടെ ഇതൊന്നും പറയണ്ട ഒന്നും പറയണ്ട പറഞ്ഞോ പറയട്ടെ ഇക്കണ്ട പറഞ്ഞ ഞാൻ പറയട്ടെ ഈ ദോശല്ല ഇതിന് മുമ്പത്തേക്ക് ഒരു ദോശല്ലേ ആ ദോശയാണ് മെച്ചം അത് ഞാൻ ഉണ്ടാക്കിയത് ഇത് കൊള്ളാം അത് രസം ഉണ്ടെങ്കിൽ തൊള്ള കൂട്ടില്ല ഇക്കുമ്പാടെ പറയാൻ പറ്റില്ല ആ ചെറുക്കനെ നീയാല് സൈഡ് കൊണ്ടുപോയിട്ട് ആൾക്കാരെ കൂട്ടുക ഞാൻ ഉണ്ടാക്കിയത് രസം പറയിപ്പിക്കുക കുട്ടൂരൊക്കെ കൊണ്ടുപോയിട്ട് എന്തൊക്കെ ചെവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ അത് പറയാൻ പറഞ്ഞത് കിണ്ണ സാധനം മാത്രം പറയാൻ പറഞ്ഞു സ്വയം സാധനം കല്ല് ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നല്ല വെള്ളി എന്നോട് എന്റെ മുഖം പകുതിനുള്ളിൽ പോയി അതറിയോ പൊള്ളുട്ടോ പൊള്ളു പിന്നെ ഇതിപ്പോ എലയുടെ എടാ ഇത് തിരിച്ചൊന്ന് കുറച്ച് കൂട്ടിക്കാ ഇത് തിരിയണില്ല അതെ എണ്ണ നല്ല പോകണ്ടല്ലോ അല്ല എണ്ണ നല്ല പോയല്ലോ വെയിറ്റ് ചെയ്താലോ നമ്മ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു തരും തിന്നോക്ക് ഇജ്ജ് അഭിപ്രായം ഇതൊന്നുകൂടി ലൂസായിട്ട് കിട്ടും വെള്ളി ഉണ്ടാക്കിയാണെങ്കിൽ അതിന് വെള്ളം ഒഴിച്ചണം വെള്ളല്ലേ സാധനം പാളി ചിക്കൻ മാത്രം ചിക്കൻ ഞാൻ ഏതായാലും എന്തായാലും ഇപ്പൊ 6 മണി ഏകദേശം ആവാനായിക്കണു ഒരു 7 മണിയാകുമ്പോ കടകള് തുറക്കും അവിടെ നേരം വിളിക്കടാ പാർസല് വാങ്ങിയോ ആരെങ്കിലും എന്നിട്ട് നമ്മക്കേ കണ്ടോ അത് തിന്നാ ഒരു ചേച്ചി അവിടെ നടക്കാൻ ഇറങ്ങിക്കോ സമയം എത്രയായി 5 മണി 5 രണ്ടപ്പം ഉണ്ടാക്കിയ പറ്റിന് രണ്ടപ്പം ഉണ്ടാക്കണ അപ്പല്ല ഉണ്ടാക്കിയ വേറെ എന്താണ് ജൂനിയർ ഷെഫ് എന്താ പുതിയ ഡിഷ് അതിലേക്ക് ഇടണ്ടാ ഇട്ടോ നല്ല ഈ ചട്ടിക്ക് ഇട്ടേ ചൂടാക്കാനേ ആ. ചട്ടിയാണ് അത് വേണേ ചോറുണ്ടാക്കിയതെങ്കിൽ അതിന്റെ കൂടെ പിടിച്ചിരുന്നെങ്കിൽ ഈ അപ്പച്ചി ഇത് നോക്കി ഇത് പൊന്നാര വെള്ളി എടാ, ഇത് നോക്കണം ഇത് പലതും പല ടേസ്റ്റ് ആണ് ഇത് നോക്ക് ഇത് കാണുമ്പോ തന്നെ നോക്ക് ഉമ്മ ഉണ്ടാക്കിയ മാതിരി ഇല്ലേ ഞാൻ തിന്നടാ വേണ്ട. എന്റെ അമ്മ ഇങ്ങനെയല്ല ഉണ്ടാക്കല് എന്റെ അമ്മ ഉണ്ടാക്കിയുണ്ടല്ലോ പൂവട പോലെ ഇരിക്കും. റജിമു കേക്കണ്ട റജിമു കേട്ട സീനാവും നിശയാവും അനക്ക് ശരിക്കും അപ്പം ഉണ്ടാക്കിയാ തരും നിന്റെ പരിക്ക് വരും ആ നട്ട് വേട്ട് സാനട് അതിന് എണ്ണ ഒഴിക്ക് ആദ്യം സാനടി എണ്ണൊക്കെ നമുക്ക് പിന്നെ കഴിക്കാം ഇത്ര കുട്ടി നമ്മള് തിന്നല് തുറച്ചാലല്ല എടാ കടായി ഇപ്പൊ ആ ചെങ്ങായി ഉണ്ടാക്കിയ ഇതുക്കാരെ രസം കിട്ടോ ഞാൻ കരിയിപ്പിക്കുമ്പോ ഇല്ലടാ ഇത് കരിഞ്ഞോ ഇത് കണ്ടോ ഇനി ഇത് നോക്കിക്കോ ആദ്യം അടിച്ചോ ഇതൊക്കെ ആദ്യം കരിഞ്ഞതാണ് ഇനി ഞാൻ കരിയിപ്പിച്ചാലേ ഇത് ഇപ്പൊ ഇട്ടിട്ടുള്ളൂ അതന്നെ പറയുന്ന ചൂടിന്റെ ആദ്യം മാറിക്ക് ഇത് സെറ്റ് ചെയ്യട്ടെ ഞാൻ കാര്യം പറയട്ടെ ഇതൊന്നും പറയണ്ട ഒന്നും ചെയ്യണ്ട നേരെ തിന്നാ മതി നല്ല ടേസ്റ്റാ കടന്നുറങ്ങിയാ മതി ആ വിശക്കണു എവിടെ വിശക്കണു ആ ഈ കുട്ടി ഇങ്ങോട്ട് വന്നാണ് തൊലിച്ചേ എന്തൊക്കെയായിരുന്നു നീച്ചേക്കാരോ പാത്രം മോർന്നു അത് തിന്നിട്ട് അത് ഫുള്ള് തിന്നിട്ട് കടന്നാ മതി ആ കടായെങ്കിലും തിന്നടാ അത് രസമുണ്ട് റൂം ആകെ പുകഞ്ഞുക്കണു ഇപ്പൊ മോനെ കണ്ടായി ആകെ ചൂടാണ് ഇപ്പൊ അതില് അതാ ചിക്കൻ ചൂടാക്കിയാടാ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുണ്ടല്ലോ ഇത് ഞാനൊരു അഭിപ്രായം പറയട്ടെ ഇത് ശരിക്കും അൽഫാമാണോ മറ്റേതാണോ അരി അതാണ് എടാ അതരുന്നോലെ അവിടെ പോവാ നടക്ക് ഹാളിൽ ആ ഇത് വെറുതെ തിന്ന അതായിക്കായ നല്ലത് അതിനെല്ലാരും ഹാളിൽ ഇരിക്കും എന്നിട്ട് ഒപ്പം തിന്നാ ആ സോസ് മയോണൈസ് എടുക്ക് അതിന്റെ ആവശ്യമില്ലാണോ ഇത് അതെന്താ എന്നാ ഇരിക്ക അവിടെ ഇരിക്കണ നിലത്ത് ഇരിക്കണ സോഫയിൽ ഇരിക്കണോ നിലത്തിരുന്ന അടിപൊളിയാവും എന്നാ സോഫയിൽ ഇരിക്കാം ഞാൻ പറഞ്ഞാലോ തബിയ പായോ ഞാനാണ്ട് വരട്ടെ ഇങ്ങോട്ട് വന്നോ ലൈറ്റ് മത്തേനു പുല്ലിറങ്ങി മത്തേരി ഇതിരിക്കാൻ പറ്റുമോ ജേത് മാച്ചരിക്കടാ കരിഞ്ഞാട്ടോ രസം അല്ലേ അൽഫാമിന്റെ മണ്ടതേ ഇത് തിന്നാനൊരു രീതി ഉണ്ട് അതാണ് ഞാൻ കാണിച്ചാ ഇങ്ങനെ പിടിക്കുക ഇവിടെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ചാമ്പുക ഇല്ലത് പറയാലോ അപ്പൊ തീരെ പോരട്ടോ അല്ലേ വൻ സത്യം വെള്ളിയേ അന്നെ കൊണ്ട് ആ തട്ടുകട ഞാൻ ക്യാൻസലാക്കി പക്ഷെ ഞാൻ ഉണ്ടാക്കിയതിന്റെ അത്ര മെച്ചപ്പല ആരുണ്ടാക്കിയില്ല ആ തട്ടുകട എനിക്ക്
എനിക്കൊരു അവസരം ഞാൻ പൊളിച്ചിരുന്നു. അയച്ച് അതിന് തിന്നെല്ലാം ഫോക്കസ് ചെയ്യും. സത്യത്തിൽ ഇതിനല്ല അറിയാം. നല്ല അറിയാം. ദോശ ഉണ്ടായി കൊടുക്കണ്ടേ? ദോശ ഉണ്ടാക്കി കൊടുത്ത് ദോശ അന്റെ മാറി എന്റെ പരിക്ക് പോകുമ്പോ ചോദിക്കൂട്ടോ. സത്യത്തിൽ ചോദിച്ചോ? ഞാൻ 2 ഹോട്ടലിലെ ദോശ ഉണ്ടായി കൊടുത്തു. അവിടെ പാരും പാർന്നിട്ടാണ് വീശിട്ട് ഒരു 1.5 മിനിറ്റ് പോണില്ല. ആ വിശക്കണോന് കൊടുക്ക്. വിശക്കണോ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അതാണേ അത്ര ചിക്കൻ ടേസ്റ്റ് ഉണ്ടായിനി. അല്ല എന്റെ അപ്പത്തിന്റെ അതാണ് കുട്ടൂന് വിഷം നോക്കണു. അതാണ് അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ പക്ഷെ ചിലപ്പോ മുതലായത് ലാസ്റ്റ് വിളിച്ച മുസാഫ് എന്തൊക്കെ പുകിലേക്കും കത്തി. അങ്ങനെ പടക്കക്കട. ഇത് പൊട്ടിയ പടക്കക്കടയാവും. ഞങ്ങളെ നീർദോശയുടെ ആളായിരിക്കുള്ളൂ ഷെഫ് നിഹാല്. നമുക്ക് നീർദോശ അതെ ചെറിയ കൊടുക്കണം. ഇതിനെ കാണിച്ച് ഇവയൊക്കെ മുതലായത് തീച്ചത്. ലാസ്റ്റ് തീച്ചു എന്നിട്ട് അവിടെ പണിയെടുത്ത അമ്മക്കടക്കം ഒന്നും കിട്ടിയില്ല. അന്റെ പണിയുടെ കൂട്ടൊന്നും പറയണ്ട. പുറത്തോ എന്തെങ്കിലും കഴിക്കാം, അത് ശരിയാ. അത് നടക്കും. അല്ലാതെ ഇനി ഒന്നും ഉണ്ടാക്കണ്ട. പുറത്തോയി നീർദോശന്റെ ഇത്ര അടുത്ത് തുളച്ചോന്ന് തൊളവട കിട്ടും. അത് കുറച്ച് നേരത്തെ ഇറങ്ങലായിരുന്നു. കുട്ടൂസിനൊക്കെ കണ്ടിട്ട് കൊതിയാവും. കുട്ടു കണ്ണിക്കല്ലേ നോക്കിയത്. വേറെ എന്തോ എവിടേക്ക് എന്തൊക്കെ പോയ ഇല്ലാത്തോ എന്താ തമ്പിമാരോട് പറഞ്ഞു ഒന്ന് പുട്ടിച്ചാട്ടറ ഒന്ന് പുട്ടിച്ചാട്ടറ. പറഞ്ഞിട്ടില്ല എന്തിയാ ടെൻഷൻ ആവണ്. പറഞ്ഞിട്ടില്ലെങ്കിൽ ഓനിക്ക് എന്തിനാ പേടി? പറഞ്ഞോണ്ടാണ് ഓനിക്ക് ആ പേടി. നേരെ കൊളുത്തു. ഇനി പുറത്തായി തിന്നാ ഒത്ത ഇവിടെ ഉറക്കത്ത് നീപ്പിച്ചിട്ട് വിശക്കണിട്ട് നമ്മളെന്തൊക്കെ ഉണ്ടാക്കിന്റെ കൂട്ടൊന്നും പറയാതിരിക്കുക നല്ലത്. പക്ഷെ ലാസ്റ്റ് നീച്ചിട്ട് സ്കോർ ചെയ്ത് മുതലുണ്ട്. കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ ഓനാണ് പുറത്തും പോയി എന്തൊക്കെ തിന്നൊക്കെ പറയുന്നത്. പണിയെടുത്ത അത് സത്യട്ടോ. ഇത് പാത്രം എത്ര വട്ടം കഴുകിയേക്കണ് വെച്ചിട്ടാ. ആകെ 4 പ്ലേറ്റ് അവിടെ അല്ലേ. ഒരു 1/2 മണിക്കൂറായിട്ട് അതിനെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. അത് നാറണ കയറ്റിയപ്പോ ഈ കുളത്തരൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. അണ്ണാക്ക് കൂടെ പോയിന്നില്ലേ. ഇവന്ന് മന്തി കഴിക്കാൻ പോയപ്പോഴും നമ്മളെ നാട്ടിലത്തെ അത്ര മന്തി ഒന്നും പോരാ പറഞ്ഞിട്ട് അതിന്റെ പകുതിയിൽ ഇറബനാ തിന്നിക്കണ്. ആ ചെങ്ങായിനെ ഇങ്ങനെ കുറ്റം പറയാ. ആ പെണ്ണെനിക്ക് എത്ര വട്ടം മയോണൈസ് കൊണ്ട് തന്നടാ. അല്ല പിന്നെ എനിക്ക് മന്തിടപ്പം എന്താ കൊടുക്കണ്ട്? മയോണൈസ് സത്യട്ടോ. ഇവിടെ വന്നിട്ട് കഴിച്ച് നല്ലൊരു മന്തി തന്നെയാണ്. തിന്നിട്ട് കുറ്റം പറയാൻ കുളിപ്പുണ്ടോ? അതല്ല 4 ദിവസം മുന്നേ കിട്ടിയ ഏതോ ഒരു ആ മറ്റേ ഉഴുന്നോടല്ലേ തൊള്ളിക്കാൻ കൊള്ളൂല. അത് നാളമായി തിന്നിട്ട് സൂപ്പർ ഞാൻ കാര്യം പറയട്ടെ. മന്തി പറഞ്ഞാല് പ്ലേറ്റിൽ ഇങ്ങനെ വിട്ട് അത്രേ ഉള്ളൂ. നായ്ക്കൾ ഇങ്ങനെ ഞങ്ങൾ തിന്നൂലേ. ഞാൻ പറയട്ടെ മന്തി പറഞ്ഞ എങ്ങനെയാണ് ഇങ്ങനെ വിട്ട് അരി നിൽക്കണം. മയോണൈസ് ഇങ്ങനെ ചാർത്തി അതിൽ കച്ചപ്പും മറ്റേ തക്കാളിയൊക്കെ അടിച്ച് ഇങ്ങനെ വെച്ച് ചിക്കൻ അൽഫാം വെച്ച് ഇങ്ങനെ ഒറ്റയടിക്ക് ഇറങ്ങി പോണം. ഇതെന്താണ് കടന്നൊക്കെ ഇറങ്ങിയതിന്റെ ഉള്ളിൽ. പിന്നെ എനിക്ക് പ്രശ്നം തോന്നി. നോ പ്രോബ്ലം. എന്നിട്ട് തിന്നായിരിക്കണോ ഇന്ത്യയിൽ കൂടി പീസ് വാരിട്ട് ചില തിന്നിട്ട് നമ്മളെ കടമല്ലടാ. ഒരു ഹോട്ടലിൽ ചെന്നാല് നമ്മള് തിന്നും. മസാല
എന്താ അന്റെ ചില്ലിയുടെ പേരെന്തേന്നു? ഹണി ചിക്കു. ഹണി ചില്ലി ഹണി ചിക്കുയി ചിക്കല്ലട നായ. അതല്ലേ, പക്ഷെ ഞങ്ങളെ ചില്ലി ഏതായിരുന്നു? ഗ്രീൻ ചില്ലി. അത് എന്തൊരു ടേസ്റ്റാ. അത് ഞാൻ കണ്ടു തിന്നുമ്പോ. അത് മന്തി റൈസിന്റെ കാര്യം പറഞ്ഞത്, അൽഫാമിന്റെ കാര്യം. അൽഫാം വന്നേക്ക് ആ പീസനെ കണ്ടപ്പോ എന്റെ കണ്ണെടുത്താ. പിന്നെ ഹണി തന്നപ്പോ പൊന്തിയല്ലോ. എന്തായാലും പരിപാടി അടിപൊളിയായിരുന്നു. ഇക്ക് അപ്പം തന്നെ കിട്ടി. അപ്പൊ 2 പീസൊക്കെ എടുത്ത് തൊള്ളിക്ക് വെച്ച ഓർമ്മ ഉണ്ട്. പിന്നെ വെച്ചിട്ടുമില്ല. അപ്പൊ ഉണ്ടാക്കിയതാ. കിട്ടിയോ ചുട്ടക്ക് കിട്ടിയോ? അത് എനിക്ക് ഇണ്ടാക്കിയതിനോടുള്ള മതിപ്പാണ് പോവും. അത് വലിയ രസം. അതിന്റെ ഇടയിൽ ഒരാള് ഞാൻ ഉണ്ടാക്കാൻ ഇനി പറഞ്ഞിട്ടേ ലിയാലി കയറി വന്നേക്ക. അത് ഉണ്ടാക്കിയതാ. ഉണ്ടാക്കിയാട്ടെ. നീർദോശ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. നീർദോശ മറ്റേ ആ ഇലയിലുണ്ടാക്കൂലടാ നല്ല കട്ടില്. ആ ഇലയുടെ എന്താ പറയാ? എലപ്പം. ആ സാധന എന്തായാലും അത് ഞാൻ പൈസ വാങ്ങിട്ടൊന്നല്ല. ഇവൻക്കൊക്കെ പറ്റും. പക്ഷെ മനുഷ്യന്മാർക്ക് പറ്റിയ ഇവനക്ക് പറ്റിയിട്ടുണ്ടോ? എപ്പരാട്ടോ മെത്തേരി പുല്ലിറങ്ങി. അപ്പളേ കട തുറന്നിട്ടുണ്ടോ? ഇരുമപ്പാല എനിക്കറിയില്ല, ഞാനല്ല കറക്കല്. കർണാടകയിലെ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. അതാരെന്നോട് അങ്ങനെ പറഞ്ഞത്? ആളെ പറ. അതിനുശേഷം ബൂസ്റ്റ് ഹോർലിക്സ് കുടിക്കുന്നത് ആര്? അതില് പിന്നെ മറ്റേ പശുവും പാലേക്കാരെ പോലെ ചില്ലി കാണുന്ന തടി തന്നെ ഉള്ളു, തലച്ചോറില്ലേ. കിച്ചൻ എന്നോട് എരുമപ്പാലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടില്ല. എരുമപ്പാല അതെ, വെള്ളിയാണ് പറഞ്ഞത്. എരുമക്ക് എങ്ങനെ പാലുണ്ടാവും? പിന്നെ എടാ എരുമ മെയിലാണ്. പോത്താളാണ്. എരുമപ്പാലുണ്ട് ചില ആള്. ഞങ്ങൾക്കറിയാം. അപ്പൊ ഇങ്ങള് പൊട്ടന്മാരാ. ഇങ്ങളത് പറഞ്ഞപ്പോ ഇതിന് വിശ്വസിച്ചപ്പോഴോ അപ്പൊ ഇതിന് ഇവിടെ ഡൗട്ട് വന്നു. ആർക്ക്? ഇവർക്കേ ആശിലിറങ്ങൂലെന്ന്. കാരണം എന്താ ഡ്യൂട്ടിന്റെ അറ്റൻഡൻസ് ഇടാൻ പോണ സൺഡേ. ഒരു പൂക്കിയെന്ന് ആശിലെ ചിക്കനാട്ടിക്ക ക്യാമറ നോക്കിട്ട് പ്ലീസ്. ഇങ്ങനെ അത് കാട്ടറ വിട്ട് അത് കാട്ടെ. ഞാൻ കണ്ടില്ലേ ക്യാമറ കാട്ടി. ഇതിന് മറ്റേ തല നിക്കുവോ? ഫോക്കസ് പോയടാ ഇതിക്ക്. ഇനിയൊക്കെ നോക്കട കുട്ടി ഇരിക്ക്. ഇത് പൂക്കി തന്ത പിന്നെടാ. ഇപ്പൊ ചെങ്ങായി ഞാൻ പറയണില്ല. ഇനിയിപ്പോ വെള്ളിപ്പന്നോട് തെച്ചു. തോർന്നു കൂട്ടുപട്ടി കൊരച്ചു. കുട്ടി നല്ല കളിയായിരുന്നു. കുട്ടി നല്ല കളിക്കും. എവിടെയത് ഞാൻ പറയലില്ല. നല്ലതായിട്ട് കളിക്കും. അതിന് ഓർക്ക് ഗ്രൗണ്ട് എന്താ കളിക്കാറുണ്ട്. കുട്ടി കളിച്ചിരുന്നു. പോയി വന്നില്ല. ഇംഗ്ലീഷിൽ അതിന്റെ റോക്കറ്റ് എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയാ? ഒരാള് പെനാൾട്ടി വലിയ വാപ്പയായിട്ട് വാങ്ങിട്ടേ എന്തോ കോൺഫിഡൻസ് അറിയോ. എന്നിട്ട് ആ രണ്ടാമത്തെ നെറ്റും കടന്നിട്ടാ പോയത്. ഇജ്ജ് വെറുതെ ആ ചങ്ങായിനെ പറഞ്ഞിട്ട് അതിന്റെ വില ഇത് എനക്ക് വെറും ഫോൾട്ട് ഉള്ളു. അതാ അറിയണേ. ഇജ്ജ് എന്താ കാട്ടിയത്? ആ കളി പെനാൾട്ടി ഞാനൊക്കെ പറയാ. ഈ ഇതിനെ കൊടുത്തത് ആ പെനാൾട്ടി അതടിച്ചിക്കാണ് ഞമ്മക്ക് പിടിക്കുക. പക്ഷെ എന്റെ കാലില് ബൂട്ടില്ലാണ്ട് ഞാൻ കണ്ട സാധനം എന്റെ ബൂട്ടില്ലേ. ഈ ഒരുത്തം കാരണം ഓന്റെ വിശക്കണു കാരണം 1 2 3 4 പിന്നെ ഞാനടക്കം 5 ആൾക്കാർ ഉറക്കം പോയി. ഒന്നും തിന്നാനും പറ്റിയില്ല.
ഞാനൊക്കെ മുസാഫിർ തിന്നണ ദോശ അതിന് പറ്റോ പറഞ്ഞു കലക്കി കലക്കി പാർന്നപ്പോ ഒക്കെ കൂടെ ഉണ്ടാക്കി തന്നു. ലാസ്റ്റ് അവിടെ കൊടുന്ന കടായി രസം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മധുരണ്ടാ കടായിയോ? ഫ്ലേവർ അങ്ങനെയാണ് ഇവിടുത്തെ. കടായി ഇല്ല ശരിക്കും. എനിക്ക് ഇഷ്ടായി. ടിക്കയാണ് ടിക്ക. ആ ടിക്ക. ഏത് മറ്റേ ടിക്ക? ഇവിടെ ചിക്കൻ കടായി ടിക്ക. അങ്ങനത്തെ ഇതൊന്നുമില്ല. ചിക്കൻ ടിക്ക അത് നല്ലതാ. ടിക്കയും പിന്നെന്താണ് കബാബോ? കബാ ഫുഡ് ഉണ്ടാക്കുന്നുള്ളത് പാടിയ സ്ഥിതിക്ക് പുറത്തു പോയി കഴിക്കാതി. എന്തായാലും കുഴപ്പമില്ല. ഫുഡ് അടിയാണ് നമ്മളെ മെയിൻ സാധനം. അതത്രേ ഉള്ളൂ. ഞാൻ ഇന്നെ ഫസ്റ്റ് വിളിച്ചേക്ക് ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞാണ് ഇതൊന്നും വേണ്ട കടന്നുറങ്ങാതെ. അപ്പോൾ അവൻ പറഞ്ഞു ഏയ് നല്ല രസയിക്കാന്ന് പറഞ്ഞിട്ടേ ദബലൊക്കെ വിളിച്ച് കേൾപ്പിച്ചു. വെള്ളിയൊക്കെ മെയിൻ എന്തായിരുന്നു ഇവനെ ലാസ്റ്റ് വിളിച്ചിട്ട് ഇപ്പൊ ഉണ്ട് സ്കോർ ചെയ്താണ് പോയി. പക്ഷെ ഞങ്ങള് നീർദോശയുടെ ആള് ഇവിടെ ഇരിക്കുന്നുണ്ട്. തുറക്കണുള്ളൂ. മറ്റേ കടയൊക്കെ തുറന്നിക്കണു. പക്ഷെ അതിൽ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. എന്താ നമ്മള് ഫസ്റ്റ് ദിവസം മസാല ദോശ കഴിച്ചില്ല, ശ്രീനിധ്യോ മസാല ദോശ കഴിഞ്ഞു പറഞ്ഞ ആളല്ലേ. അതെവിടെ? ഗൂഗിൾ പേ ഇല്ലാണ്ട് മൂഞ്ചി വന്ന കടയല്ലേ? ആ അത് ശരി കേട്ടോ. നീ നേരത്തെ ഉണ്ടാവല്ലോ. ഒന്ന് തിന്നാന്ന് എഴുതി ഇറങ്ങി നോക്കുമ്പോ ഒരു കടയില്ല. എന്താണ് ഈ ശുഭം സത്യം വിശക്കണു. എന്റെ കുട്ടി ഉറങ്ങല്ലേ ഏട്ടാ, എന്നിട്ട് നീച്ചാണി പൈച്ചുറങ്ങിക്കാവുന്നു. പൈച്ചുറങ്ങ ഓന്റെ പൈക്ക് ഞാൻ പറയില്ല. നീക്കട നമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാലോ. പൂതിയാണ് മാറി. ആ കടായി ചിക്കനൊക്കെ ഉണ്ട് കാണുന്നുണ്ട്. നീർദോശ ഞാൻ പറയണില്ല. ഒറ്റ മൈൻഡിന്റെ കാര്യം ഉണ്ടായത്. അത് വെള്ളിയൊക്കെ ആദ്യം റങ്കയാണ് നീച്ചക്ക. കുട്ടൊക്കെ ഒരേ പാത്രം മോറല് ഒക്കെ തേഞ്ഞു. നമ്മളെല്ലാരും നീപ്പിച്ചിട്ട് ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ആളൊറ്റ ഉറക്കം. സമയം ഇപ്പൊ 6:30. പോണോടത്തൊന്നും ഒരു കടയില്ല. എന്നിട്ട് ഇവിടെ ഏത് കട ഉണ്ടാണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ വന്നാ അവിടെ ഇവിടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 22. ആ നമ്മളെ റൂമിൽ നിന്ന് 22 കിലോമീറ്റർ ഉണ്ട്. അടിപൊളി പറഞ്ഞിട്ട് വന്നാ കേറി നോക്കട്ടെ. സാധനം ഇതിൽ ഓർഡർ ചെയ്യണം, എന്നേലേ കിട്ടുള്ളൂ. ഒക്കെ നിക്കണൊക്കെ പയിച്ചിട്ടേ ഒറ്റ മൈൻഡ് മൂഞ്ചിന്റെ നിർത്തം. അതടിക്കില്ലേ? ആശില അടിപൊളി മസാല ദോശ. ഞാനാ ഹാപ്പി അല്ലേ? ഉള്ളത് പറയാലോ, ഫുഡ് അടിപൊളിയായിരുന്നു. സംഭവം നമ്മളെ പരിപാടി ഇടപെടലും മൂഞ്ചെങ്കിലും ഇത് നൈസായിരുന്നു. എന്താ റൂമിലേക്ക് എത്തി. അപ്പം ഇനി ഒന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ശരി, ബൈ.